സ്വാമി ശ്വാശ്വതികാനന്ദയുടെ മരണം കൊലപാതകമാണെന്നും ജലസമാധി അല്ലെന്നും ശ്വാശ്വതികാനന്ദയുടെ സന്തത സഹചാരിയും ശിവഗിരി യുവജനവേദി മുൻ ചെയർമാനുമായ ബിജു പപ്പൻ സ്വാമി ശ്വാശ്വതികാനന്ദയുടെ ദുരൂഹ മരണത്തെക്കുറിച്ച് സ്വാമിക്കൊപ്പമുണ്ടായിരുന്ന സാബുവിന് എല്ലാം അറിയാം. ശ്വാശ്വതികാനന്ദയുടെ ദുരൂഹ മരണത്തിൽ പുതിയ വെളിപ്പെടുത്തൽ വന്ന സാഹചര്യത്തിൽ സംഭവത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും ബിജു പപ്പൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. സ്വാമി ശ്വാശ്വതികാനന്ദയുടെ മരണം ജലസമാധി എന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ സംഭവം നടന്ന ആലുവ അദ്വൈതാശ്രമത്തിലെത്തി കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കൊലപാതകമാണെന്ന നിഗമനത്തിലെത്താൻ സാധിച്ചതെന്ന് ശിവഗിരി യുവജനവേദി മുൻ ചെയർമാനും സ്വാമി ശ്വാശ്വതികാനന്ദയുടെ സന്തത സഹചാരിയുമായ ബിജു പപ്പൻ പറയുന്നു. അവിടെ ആയിരക്കണക്കിന് ആളുകൾ ഉള്ളപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സന്യാസി കുളിക്കാൻ സ്വാമിജിയെ നടക്കാനോ ഇരിക്കാനോ യാത്ര ചെയ്യാനോ സമ്മതിക്കാതെ ശുപാർശക്കാരും അല്ലാത്തവരും സ്വാമിയെ പരിചയപ്പെടാനും എല്ലാവരും ഉള്ളപ്പോൾ ഈ സാബുവിനെ മാത്രം എന്തുകൊണ്ട് സ്വാമിയുടെ കൂടെ വിട്ടു? അപ്പോൾ സാബുവിൻ്റെ നിലവിളി കേട്ടാണ് ബാക്കിയുള്ളവർ ഓടിയെത്തിയത്. സുഖമില്ലാത്ത റോയി പോലും അവിടെ ഈ സാബുവിൻ്റെ നിലവിളി കേട്ട് ഓടി വെള്ളത്തിലോട്ട് ചാടുമ്പം സ്വാമി ഒഴുകിപ്പോയി എന്നൊരു വിളി വരികയാണ്. ഈ സ്വാമി ഒഴുകിപ്പോയി എന്നാരാണ് വിളിച്ചത്? സാബുവിനെ ചോദ്യം ചെയ്താൽ എല്ലാം പുറത്തു വരുമെന്നും ബിജു പപ്പൻ വ്യക്തമാക്കി. അന്വേഷിക്കുമ്പോൾ ഈ സാബു അല്ലാതെ ആ സമയത്ത് അവിടെ ഇടതുപക്ഷവും വലതും എന്ന് വെച്ചാൽ ലെഫ്റ്റും റൈറ്റും വളരെ ക്ലിയറായി കാണുന്ന സ്ഥലമാണ് ഈ കുളിക്കണം. സ്വാമിജി കുളിക്കാനിറങ്ങുന്ന പടിക്കെട്ടിൻ്റെ ഇടതുഭാഗവും വലതുഭാഗവും മുകളിൽ നിന്ന് നോക്കുന്ന എല്ലാവർക്കും കാണാം. അപ്പോൾ സാബു അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രിയനല്ല, ഇനി ആരായാലും സാബുവിന് അറിയാമല്ലോ അവിടെ എന്താണ് സംഭവിച്ചത്. അപ്പോൾ സാബുവിൻ്റെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുക, സാബുവുമായി ബന്ധപ്പെട്ടവരെ ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടുത്തുക. സ്വാമി ശ്വാശ്വതികാനന്ദയുടെ മരണത്തിലെ പുതിയ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും മതേതര ആത്മീയ സംഘം ജനറൽ സെക്രട്ടറി കൂടിയായ ബിജു പപ്പൻ ആവശ്യപ്പെട്ടു. ശാശ്വൻ സ്വാമിയെക്കുറിച്ചുള്ള ചർച്ച അവസാനിപ്പിക്കണമെങ്കിൽ ഇതിൻ്റെ നിജസ്ഥിതി ഇവരിൽ എത്തിച്ചേ പറ്റൂ. അതിനൊരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.